അപ്പോൾ അങ്ങനെ ഊട്ടുപുരയിൽ നമുക്കുള്ള അന്നദാനത്തിനുള്ള ചോറ് വെപ്പ് തുടങ്ങിയിട്ടുണ്ട്. നെയ്ച്ചോറാണ് വെക്കുന്നത്. ഏകദേശം നമ്മുടെ പള്ളി മഹലിൽ ഒരു 100-400 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6-5 കിൻഡലിട്ട് ചോറ് വെക്കുന്നുണ്ട്. അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അരിയൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ചോറിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. ഏകദേശം 5 ചെമ്പിൽ ചോറ് വെച്ചിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഇനി ഈ ചോറെടുത്ത് നമ്മൾ വിതരണം ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകണം. എല്ലാം ദമ്മിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ പിള്ളേർ തന്നെ, ചെറുപ്പക്കാരായ പിള്ളേർ കയറ് വെച്ച് കെട്ടി ഒരു മുളയിൽ ചോറ് പൊന്തിച്ച് കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. നല്ല വെയിറ്റാണ്. അപ്പോൾ അത് പൊക്കി കുറച്ച് അങ്ങ് കൊണ്ടുപോകണം. നമ്മുടെ സ്റ്റേജിൻ്റെ പരിസരത്ത് കൊണ്ടുപോകണം. അവിടെ വായിലൊക്കെ പിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യുക. അപ്പോൾ ഓരോ വീട്ടുകാർക്കും ടോക്കൺ കൊടുക്കലാണ്. ഇത്ര ആളുള്ള വീട്ടിൽ ഇത്ര നമ്പറാക്കി കൊടുക്കലാണ്. അപ്പോൾ ആ നമ്പർ കണ്ടാൽ മനസ്സിലാവും ആ വീട്ടിൽ ഇത്ര ആളാണ് ഉള്ളത് എന്നുള്ളത്. ആ കണക്കിന് നമ്മൾ ചോറ് കൊടുക്കും. പിന്നെ ആവശ്യക്കാർക്ക് കൂടുതൽ ചോറ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതാണ്. ഒരാൾക്കും പരാതി വരാൻ പാടില്ല, ആർക്കും ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത ചോറ് തന്നെ മറ്റു പല ഭാഗത്തേക്ക് എത്തിക്കലാണ്. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സുഹൃത്തുക്കളും കഴിക്കും, അല്ലാതെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും എത്തിക്കും. അപ്പോൾ ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ ചോറ് കൊടുക്കും. ഒരാൾക്കും അതിൽ ടോക്കൺ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മഹലിൽ അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര ആളുകളുണ്ട് എന്നുള്ളൊരു കണക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആര് ചോറിന് വന്നാലും ഇവിടുന്ന് തിരിച്ചു പറഞ്ഞേക്കില്ല. ഇഷ്ടം പോലെ ചോറ് കൊടുക്കും. തലേന്ന് വൈകിട്ട് നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കറി വേണ്ടേ. അപ്പോൾ തലേന്ന് വൈകിട്ട് നമ്മൾ ബീഫ് അറുത്ത് എല്ലാ വീട്ടിലെത്തിക്കും. ആളുകളനുസരിച്ച് കിലോ കണക്കിന് നമ്മൾ എത്തിക്കും, വീട്ടിലെത്തിക്കും. അത് ഇന്നലെ വൈകിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ കാലത്ത് ചോറ് കൊടുക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മുടെ മീലാദ് ഫസ്റ്റിൻ്റെ ഘോഷയാത്രയും കാര്യങ്ങളായിരിക്കും. അന്നദാന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. നന്ദി.